السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനാത്തുകൾ, പരിശുദ്ധ റമദാൻ മാസം നമ്മോട് വിട പറയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് സദഖകൾ ചെയ്തവരുണ്ടാകും, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ടാകും, സകാത്തിൻ്റെ അവകാശികളുണ്ടാകും. അങ്ങനെ എല്ലാ നന്മകളും ചെയ്തു കോരി ചൊരിയുന്ന, നന്മകൾ കൂട്ടിവെക്കുന്ന, ഓരോരുത്തരുടെയും കൽബുകൾ ശുദ്ധിയാക്കാൻ വേണ്ടിയുള്ള നിമിത്തമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാസം നമ്മോട് ഇവിടെ പറയാനായിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ സദഖ കൊടുക്കുന്നത് കാണുന്നുണ്ട്. റമദാനിലാണല്ലോ വന്നവർക്കും പാവപ്പെട്ടവർക്കും കുടുംബക്കാർക്കും അല്ലാത്തവർക്കും അയൽവാസികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും പണ്ഡിതന്മാർക്കും സ്ഥാപനത്തിനൊക്കെ സദഖ കൊടുക്കുന്നുണ്ട്. ആ സദഖ കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു 10 റുപ്യയോ 100 റുപ്യയോ 500 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവോ? ഉണ്ട്. അതിലാദ്യം തന്നെ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 മലക്കുകൾ രാവിലെ പ്രഭാതത്തിൽ തന്നെ 2 മലക്കുകൾ വരും. 2 മലക്കുകൾ വന്നുകൊണ്ട് ആ മലക്കുകൾ ദുആയിരിക്കുമെന്ന് ഹദീസിൽ കാണാം. അതായത് സദഖ കൊടുക്കുന്ന ആളുകളെ സഹായിക്കുന്ന സദഖ കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് പറയുകയാണ്. ഒരാളുള്ളതനുസരിച്ച് കൊടുക്കണം, അത് വേറെ വിഷയം. ഒരാൾക്ക് ഇപ്പോൾ 100 റുപ്യ ഉണ്ടെങ്കിൽ 100 തന്നെ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. വീട്ടിൽ പട്ടിണിയായിട്ട് കൊടുക്കണം എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉള്ളതിൽ നിന്ന് കുറച്ച് ആർക്കായാലും കൊടുത്താൽ അതിൻ്റെ ഗുണം എന്താണ്? ഒന്ന്, മലക്കൾ ദ്വാരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് 2 മലക്കൾ പോടുന്നു ആയിരിക്കുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹുമ്മ അതി മുംഫികൻ ഖലഫ. പിന്നെ ഒരു മലക്ക് വന്നിട്ട് പറയും അല്ലാഹുമ്മ അതി മുംസികൻ തലഫ എന്ന്. 2 മലക്കൾ ദ്വാരിക്കുന്ന ദുആയാണ്. ഒന്ന്, അല്ലാഹുവേ കൊടുക്കുന്നവർക്ക്, സദഖ ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കണം റഹ്മാനെ. കൊടുക്കാത്ത പൂട്ടിവെക്കുന്ന, അവിടെ തന്നെ സ്റ്റോക്കാക്കി വെക്കുന്ന ആയിരക്കണക്കിന് ലക്ഷങ്ങളൊക്കെ കൂട്ടിവെക്കുന്ന, ഒന്നും കൊടുക്കാത്തവരുണ്ടാവും. അവർക്ക് നീ നാശം കൊടുക്കണം അല്ലാ, പരാജയം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ മലക്കൾ ദ്വാരക്കുന്നുണ്ട്. എപ്പോഴും ദ്വാരക്കും. അപ്പോൾ സദഖന്റെ പൗറാണത്. സദഖ കൊടുക്കുന്നവർക്ക് പകരം കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറയും. ഇതുവരെ കിണറിൽ വെള്ളം കോരുമ്പോൾ ആ കിണറിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലാണ്ട് പറ്റൂല. ചില സ്ഥലത്ത് പറ്റിയ പിന്നെ അതുകൊണ്ട് പറഞ്ഞല്ല, അത് വെള്ളം മഴക്കാൽ ഇതൊക്കെ നോക്കിയിട്ടാണ്. അല്ലാതെ നിരക്കുണ്ടല്ലോ, വെള്ളം നല്ല ശുദ്ധമായി കോരുമ്പോൾ നല്ല ശുദ്ധ വെള്ളം വരികയാണ്, ഇക്കട്ടയിലേക്ക് എടുക്കല്ല. അപ്പോൾ ഒന്ന് അതാണ്. രണ്ടാമത്തെ എന്ത് പറയുന്നു? സദഖ ചെയ്ത ഇന്ന സദഖത തുതുഫിയു അല്ലാഹു റബ്ബി വതുഫു മീതസു. അതായത് അല്ലാഹുവിൻ്റെ ആ കോപത്തെ ആ തടിവയും, ഇന്ന സദഖത തുഫിയു അല്ലാഹു റബ്ബി, അല്ലാഹുവിൻ്റെ ദേഷ്യം ഉണ്ടാകുന്ന അതിലെന്താക്കും, ഇല്ലാതാക്കുകയും, അതുപോലെ തന്നെ തുതുഫു മീതസു എന്ന് പറഞ്ഞാൽ ദുർമരണങ്ങൾ, മോശമായ മരണങ്ങൾ തടയുകയും ചെയ്യും. മോശമായ ദുർമരണങ്ങൾ, അപകടങ്ങൾ അതൊന്നും ഈ സദഖ കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുമ്പോൾ അത് വലിയ ഗുണങ്ങളാണ്. സദഖ കൊടുത്താൽ അതിൻ്റെയൊക്കെ ഗുണം ഓരോരുത്തർക്കും കിട്ടുകയാണ്. അതുകൊണ്ട് മോശമായ മരണം, ദുർമരണങ്ങൾ അവരെ തൊട്ട് തടയും. പിന്നെന്താണ്? അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി, ഖബറിലെ സമാധാനം കിട്ടും. ഖബറിൽ ഒരു സമാധാനമുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നുണ്ട്. ആഖിബത്ത് എന്ന മോശമാകാത്ത മരിക്കാൻ അതുകൊണ്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ അതുപോലെ തന്നെ രോഗത്തിന് മരുന്നാണ്. ഇങ്ങനൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഹസിനു അംവാൽക്കും ബി സകാത്ത് വദവാഹു മർലാക്കും ബി സദഖത്തി. സദഖ കൊണ്ട്, ദാനം കൊണ്ട് നിങ്ങളെ നിങ്ങൾക്കുള്ള മരുന്ന് ആക്കണമെന്ന് പറയുന്നുണ്ട്. ദവാഹു മർലാക്ക്, നിങ്ങൾക്ക് രോഗത്തിനുള്ള ശമനം ഇവിടെ എന്താണ്? സദഖയാക്കണം. സദഖ കൊണ്ടുള്ള മരുന്നാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സദഖ കൊടുത്താൽ അത് വലിയ, ആ കൊടുക്കുന്നവർക്ക് ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാം ഉണ്ടാകും. ഇന്ന സദഖത സിരി, അതുപോലെ തന്നെ രഹസ്യമായി കൊടുക്കുന്ന സദഖ തുതുഫി ഖലബ റബ്ബി, അല്ലാഹുവിൻ്റെ ദേശത്തെ തൊട്ട് തടിയും. അല്ലാഹു തആല കൊടുക്കൽ സദഖ അങ്ങനെയാണ്. ചിലതെല്ലാവരും ഒന്നിച്ച് കൊടുക്കുന്ന കാണാൻ വേണ്ടി, അല്ല അതിപ്പോൾ വേറെ വിഷയം, അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കല്ല. അപ്പോൾ കൊടുക്കുന്നത്, രഹസ്യമായി കൊടുക്കുന്നത്, അത് വലിയ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ളൊരു സൗവായി മാറുന്നു. പിന്നെന്താണ്? അതുപോലെ തന്നെയാണ് ഖബറുള്ള സമാധാനം കിട്ടും. സദഖ കൊടുത്താൽ ഖബറിലൊരു സമാധാനമുണ്ട്. ഇന്ന സദഖത തുത്ഫിയു അലാ അഹ്ലിയാ ഹരിൽ ഖുബൂർ. ഖബറുള്ള ചൂടുണ്ടാകും. ആ ചൂടിനെ സദഖ കൊടുത്ത അഹ്ലികാരെന്താക്കും? സമാധാനിപ്പിക്കും, അത് കെടുത്തുകളിയും.
ഈ അവിടുത്തെ ചൂട് നേരെ കെടുത്തി കളയുന്ന ഒന്നാണ് സദക്ക. അപ്പോൾ സദക്കക്ക് വലിയ ഗുണങ്ങളുണ്ട്. സദക്ക ചെയ്താനുള്ള ഗുണങ്ങളാപ്പ പറഞ്ഞത്. മലക്കുള്ളവർക്ക് വേണ്ടി പകരം ദുആ കൊടുത്തവർക്ക് പകരം കൊടുക്കണമെന്ന് ദുആ ഉണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ തൃപ്തി അവന് കിട്ടാൻ കാരണമാകുന്നുണ്ട്. ഖബറിലവനക്ക് സമാധാനമുണ്ട്. ലോകത്തിൻ്റെ മരുന്നാകുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ എല്ലാ നന്മകളും ഗുണങ്ങളും ഉള്ളതാണ് സദഖ. അള്ളാഹു ആ നിലക്ക് റമദാനിൽ കൊടുക്കുന്ന സദക്കയാക്കി മാറ്റുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാർക്കും അല്ലാത്തവർക്കും കുടുംബക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സദക്ക ചെയ്യുന്നവരുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സദക്ക ചെയ്യുന്നവർക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സദക്ക ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ഒരു ചെറുപ്പക്കാരന് എൻ്റെ നാട്ടുകാരൻ ഉംറക്ക് പോകുന്നുണ്ട്. രണ്ടാളും ഭാര്യവർക്ക് പോകുന്നുണ്ട്. അള്ളാഹു താല മക്ബൂലായി ഉംറ ചെയ്തുകൊണ്ട് വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്ത് തരുമാറാവട്ടെ. നോമ്പ് നമുക്ക് സാക്ഷിയേക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും ആക്കി മാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ സദഖയുടെ ഗുണങ്ങൾ അത് പഠിക്കണം. അത് 2, 3, 5 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.